കേരളത്തിലെ തന്നെ വൺ ഓഫ് ദി ലീഡിങ് ക്രിയേറ്റീവ് ആനിമേഷൻ സ്റ്റുഡിയോ. അതിലെ മെയിൻ 6 കോർ മെമ്പേഴ്സാണ് നമ്മുടെ കൂടെ ഇന്നുള്ളത്. വെൽക്കം യു ഗൈസ് ടു SJCC. താങ്ക് യു. സോ നിങ്ങളിപ്പോൾ ഡേ ബൈ ഡേ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം എല്ലാ ഓഡിയൻസിലും നിങ്ങളുടെ വർക്കൊക്കെ എത്തിയിട്ടുണ്ട്. ഈ പറയുന്ന ആർട്ടിസ്റ്റ് മാത്രമല്ലാതെ സാധാരണക്കാർ നിങ്ങളുടെ വർക്ക് കണ്ടു. നിങ്ങളാണ് അതിൻ്റെ പിന്നിലെന്ന് അറിയത്തില്ല, എങ്കിലും അത്യാവശ്യം എല്ലാവരും നിങ്ങളുടെ വർക്കൊക്കെ കണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് എല്ലാവരോടും പറയാനുള്ളത്? എന്താണ് നിങ്ങൾക്ക് ഈ മൂമെൻറ്റിൽ തോന്നുന്നത്? വളരെ സന്തോഷമുണ്ട്. വർക്കുകളൊക്കെ സാധാരണക്കാരിലും എത്തുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജനപ്രിയ മാധ്യമമായ സിനിമകളിലൂടെ ആണ് സാധാരണക്കാരിലേക്കും നമ്മുടെ വർക്കുകൾ എത്തി അറിഞ്ഞു തുടങ്ങിയത്. ഈ അടുത്ത സമയത്താണ് നമ്മളിപ്പോൾ കൂടുതലായിട്ട് സിനിമകളുടെ വർക്കും കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങിയത്. ഇനിയും ഒരുപാട് വർക്കുകൾ വരുന്നുണ്ട്, അന്വേഷണങ്ങൾ വരുന്നുണ്ട്. പ്രമേയത്തിൻ്റെ ഒരു അനിമേഷൻ സീക്വൻസ് ഞങ്ങൾ ചെയ്തതാണ്. അതിന് സോ ഒരു 6 മെമ്പേഴ്സിൻ്റെ ഒരു ക്രൂ അല്ലെങ്കിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ ഇപ്പോൾ സാധാരണ ഒരാളൊക്കെ ആയിട്ടായിരിക്കും ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 3 പേര്, ഇനി അതിൽ കൂടുതലുള്ളവരൊക്കെ തുടങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സോ ഇപ്പോൾ നിങ്ങൾ തുടങ്ങിയിട്ട് 10 കൊല്ലമായെന്നല്ലേ പറഞ്ഞു. അപ്പോൾ ഈ 10 കൊല്ലത്തെ ഗ്യാപ്പിൽ ഒരു 6 പേരുടെ ഒരു ക്രൂ ഒരേ ചിന്തയുള്ളവർ നിങ്ങൾ മീറ്റ് ചെയ്തത് എങ്ങനെയാണ്? മീറ്റ് ചെയ്തത് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്ത സ്ഥലത്തു നിന്നുള്ള ആളുകളാണ് കമ്പനിയിലോട്ട് വന്നിട്ടുള്ളത്. പക്ഷേ ഞങ്ങൾ ഉണ്ണി, മിഥുൻ, രാജേഷും ഞാനും ഒരുമിച്ച് തിരുവനന്തപുരത്ത് സീഡിറ്റിൽ അനിമേഷൻ കോഴ്സ് കഴിഞ്ഞ ആളുകളാണ്. പിന്നെ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഇമോദ്രാജ് നമ്മളവിടെ കൊച്ചിയിലുള്ളൊരു ലേണിംഗ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ പരിചയത്തിൽ ഒരു 10-50ഓളം ആളുകളുടെ ഒരു സ്ഥാപനമായിരുന്നു. അപ്പം അവിടെയൊക്കെ ഒരേ വേവ് ലെങ്ത്തുള്ള ആളുകളുടെ കൂടിച്ചേരൽ എന്നുള്ളതാണ് ഒരു ടീമാവാൻ. അത് ആ ടീം സ്പിരിറ്റുള്ള ആളുകൾ കറക്റ്റ് കൺസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് എന്തെങ്കിലും ഒരു ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആ പാഷനേറ്റ് ആയിട്ടുള്ള ആളുകളുടെ ഒത്തൊരുമയാണ്. പിന്നെ ഞങ്ങൾ ആ ഒരു ഫ്രീലാൻസ് ഒരു ഇതിലോട്ട് എത്തുന്ന സമയത്ത് ജെറോയും കൂടി ഞങ്ങളുടെ ടീമിൽ പാർട്ടായി. അതെല്ലാം വെരി വെൽ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, ഒരു നിയോഗം പോലെ ഓരോരുത്തരിങ്ങനെ വന്നു ചേരുകയാണ് ചെയ്തിട്ടുള്ളത്. തുടക്കം മുതൽ ഓരോ വർക്കിലും ഞങ്ങൾക്ക് എന്ത് പുതിയതായിട്ട് കൊണ്ടുവരാം, എന്ത് വാല്യൂ ആഡ് ചെയ്യാം, എങ്ങനെ അത് ഇൻട്രസ്റ്റിംഗ് ആക്കാം എന്നുള്ള രീതിയിൽ ചിന്തിച്ചു, ഡിസ്കസ് ചെയ്തു, വർക്ക് ചെയ്തു. ഓരോ സ്റ്റേജും ഫ്രം ദി ബിഗിനിങ്, ഫ്രം ദി സ്ക്രാച്ച് കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് മുതൽ ഓരോ സ്റ്റേജിൽ പോകുമ്പോഴും അതിൽ എന്തെങ്കിലും ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് പോകും. അപ്പം കോൺസെപ്റ്റ്, സ്ക്രിപ്റ്റ്, സ്റ്റോറി ബോർഡിങ്, ക്യാരക്ടർ ഡിസൈൻ, അനിമാറ്റിക്സ്, അനിമേഷൻ, മ്യൂസിക്, കോമ്പോസിറ്റിംഗ്, ഓരോ സ്റ്റേജും ഭയങ്കര നമ്മളിങ്ങനെ അത് ഇവോൾവ് ചെയ്ത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ. അപ്പോൾ അതാണ് ഫ്രം ദ ഫസ്റ്റ് പ്രോജക്റ്റ് ടു ദ ലാസ്റ്റ് വൺ നമ്മളിപ്പോൾ ഡെലിവറി ചെയ്ത വർക്ക്. അല്ലെങ്കിൽ ഇപ്പോൾ ബ്രഹ്മയുഗം തിയേറ്ററുകളിൽ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന അതുവരെ ഉണ്ടായ ഞങ്ങളുടെ ഒരു കോമൺ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഒരേ വേവ് ലെങ്ത്തുള്ള, ഒരേ പോലെ പാഷനേറ്റായിട്ടുള്ള, വളരെ അണ്ടർസ്റ്റാൻഡിങ് ഉള്ള, ക്രിയേറ്റീവായിട്ട് ഇനിയും വളരണം, ഞങ്ങൾ എവിടെ എത്തിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകളുടെ ശ്രമം, ആ ടീം സ്പിരിറ്റ്, ആ കലയോടുള്ള ആത്മാർത്ഥതയൊക്കെയാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ സക്സസ്ഫുൾ ആയ ഒരു സാഹചര്യത്തിൽ എല്ലാവരും പറയും ഓക്കെ അവർ രക്ഷപ്പെടുമായിരുന്നു എന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ സ്റ്റാർട്ടിങ് സ്റ്റേജിലോട്ട് വരുമ്പോൾ മേ ബി ഇപ്പോൾ ഈ പറയുന്ന ഫാമിലിയിൽ നിന്ന് പ്രഷർ ഉണ്ടാക്കണം, അല്ലാതെ ഈ നാട്ടുകാരിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ എന്താണ് പഠിക്കാൻ പോണേ എന്നൊക്കെയുള്ളൊരു ടോക്ക് വന്ന് കാണാം. അപ്പോൾ അതിനെയൊക്കെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഈ പറഞ്ഞ പോലെ ഒത്തിരി പ്രഷറൊക്കെ നിങ്ങൾ നേരിട്ടായിരുന്നോ? തീർച്ചയായിട്ടും അത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. കലയിലൂടെ ഉപജീവനമാർഗവും നമ്മുടെ പാഷനും ഒരേപോലെ കൊണ്ടുപോകാനാണല്ലോ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ അത് എപ്പോഴും നമ്മുടെ പാരൻസ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലൊക്കെ നമ്മൾ എല്ലാവരും ഒരു പോയിന്റിലായിരിക്കുമല്ലോ നിങ്ങളുടെ ഈ ഒരു ഇതിലോട്ട് മാറുന്നത്. അപ്പോൾ ആ സമയത്ത് അവർ ചിലപ്പോൾ നല്ല ഉദ്ദേശം കൊണ്ടായിരിക്കും പറയുന്നത്, ഇതൊക്കെ ഇങ്ങനെ പോയാൽ രക്ഷപ്പെടുമോ. ആ പ്രഷർ എന്തായാലും ഉണ്ടായിരുന്നു. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് തെളിയിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നന്നായി വർക്ക് ചെയ്യുക, ഇതിലൊരു മാർക്ക് ക്രിയേറ്റ് ചെയ്യുക, ഞങ്ങളുടെ ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കാൻ ഉള്ള എഫേർട്ട് എടുക്കുക. അതിന് റിസൾട്ട് കിട്ടുമ്പോൾ ആരായാലും കൈയടിക്കും. അപ്പോൾ ഈ ആനിമേഷൻ എന്ന് പറയുമ്പോൾ ഓക്കെ, അതായത് മലയാളി ഓഡിയൻസിലോട്ട് വരുമ്പോൾ അത്യാവശ്യം കുറച്ചൊക്കെ വിവരമുള്ള ഓഡിയൻസാണ് നമ്മൾ മലയാളികൾ. കാരണം ഈ പറയുന്ന എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം സ്വീകരിക്കുന്നവരാണ് മലയാളി ഓഡിയൻസ്. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ആനിമേഷനിലോട്ട് വരുമ്പോൾ അത്രയ്ക്കങ്ങ് സ്വീകാര്യത വരാറില്ല. പൊതുവെ അതിൻ്റെ ടാർഗറ്റഡ് ഓഡിയൻസ് കുട്ടികളാണെന്ന ചിന്തയാണ് ഈ മലയാളികൾക്കുള്ളത്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒരു ഫീച്ചർ ലെങ്ത് മൂവീസ് വരാത്തത്
നമ്മുടെ എഫേർട്ടിൻ്റെ കുറവ് കൊണ്ടാണോ അത് ഈ പറയുന്ന ആൾക്കാരിലോട്ട് ആൾക്കാരത് സ്വീകരിക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണോ? ഇവിടെ ബഡ്ജറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അനിമേഷൻ ഫിലിമൊക്കെ ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ബഡ്ജറ്റുള്ള പരിപാടിയാണ്. അതുകൊണ്ടായിരിക്കാം ഒരു സിനിമ എടുക്കുന്നേക്കാൾ ബുദ്ധിമുട്ടാണ് ഒരു അനിമേഷൻ സിനിമ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പോഴും ചോദിക്കുന്ന ആളുകളുണ്ട് കാർട്ടൂണല്ലേ ചെയ്യുന്നതെന്നുള്ളത്. അപ്പം നമ്മൾ ഈ ടൂളാണ് അനിമേഷൻ, അല്ലെങ്കിൽ ഇല്ലസ്ട്രേഷൻ അനിമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ളൊരു ടൂളാണ്. അത് കുട്ടികൾക്ക് വേണോ മുതിർന്നവർക്ക് വേണോ വേറെ ഒരു കാറ്റഗറി ഓഫ് ടാർഗറ്റഡ് ഓഡിയൻസിന് നമ്മളുടെ ഇഷ്ടം പോലെയാണല്ലോ നമ്മൾ ഡിസൈഡ്, അല്ലെങ്കിൽ നമ്മുടെ റിക്വയർമെൻറ്റ് പോലെയാണ്. അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ, അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ മീഡിയം യൂസ് ചെയ്യുന്നിടത്താണ് വിജയം. ആദ്യമൊന്നും ഇവിടുത്തെ സ്ഥാപനങ്ങൾ, എസ്പെഷ്യലി ഇവിടുത്തെ വലിയ ബിസിനസ് സംരംഭങ്ങൾ ഒന്നും അനിമേറ്റഡ് ആഡ്സ് അങ്ങനെ പ്രൊമോട്ട് ചെയ്യാറില്ല. പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ വളരെ റെഗുലറായിട്ട് അനിമേറ്റഡ് ആഡ്സ് വലിയ കമ്പനികൾ ഇവിടുത്തെ അനിമേഷൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് വർക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അത് കണ്ടിട്ട് വേറൊരാൾ ചോദിക്കുന്നുണ്ട്. അപ്പം ആ മാറ്റം പ്രകടമാണ്. പക്ഷേ ഇതിന് എത്രയാണ് ചിലവ് വരുന്നതെന്നും അത് എത്രത്തോളം ടൈം എടുക്കുന്നതെന്നും ചിലപ്പോൾ ഇവർക്ക് അത്ര മനസ്സിലാവില്ല. അത് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് അവരെ കൺവിൻസ് ചെയ്ത് എടുത്താൽ മാത്രമാണ് ആ പ്രൊജക്റ്റ് ഓൺ ആവാറുള്ളത്. ഫണ്ടിങ് ഇതിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ സിനിമ ഇൻഡിപെൻഡൻറ്റ് മൂവീസൊക്കെ വരാൻ ഇനി അടുത്ത ജനറേഷനിൽ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഉള്ള ആളുകളൊക്കെ അനിമെ അങ്ങനെയുള്ള ഇപ്പം നമ്മുടെ ചെറുപ്പത്തിൽ അത്രയും പ്രചാരത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഉള്ള എല്ലാ കുട്ടികൾക്കും ഇതൊക്കെ ഭയങ്കര ഇതാണ്, എക്സൈറ്റിംഗ് ആയിട്ട് അവർ എൻജോയ് ചെയ്യുന്ന പരിപാടികളാണ്. അപ്പോൾ അടുത്ത ജനറേഷൻ ഇത് എൻജോയ് ചെയ്യുന്ന ആളുകൾ കൂടുതലുള്ളപ്പം ഇൻഡിപെൻഡൻറ്റ് അനിമേഷൻസൊക്കെ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമ വരും, ചർച്ചകൾ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെ ആളുകൾ ചർച്ചകൾ ചെയ്യുന്നുണ്ട്. ഫുൾ ഫീച്ചർ ഫിലിം അനിമേറ്റഡ് ചെയ്താൽ എന്തായിരിക്കും, എങ്ങനെയാണ് അതിൻ്റെ ചലഞ്ചസ് എന്നൊക്കെ. അപ്പം അധികം വൈകാതെ അതിലോട്ട് എത്തും. അപ്പോൾ ഈ പറയുന്ന പോലെ ബഡ്ജറ്റിൻ്റെ ഇഷ്യൂ നമ്മൾ പറഞ്ഞു. ഇതിപ്പോൾ ഓക്കെ, അപ്പോൾ ഈ പറയുന്ന അഡ്വർടൈസ്മെൻറ്റ്സ് പോലും ചെയ്യുന്നതിന് ഒരു ചെറിയൊരു 5 മിനിറ്റിൻ്റെ സാധനം ചെയ്യുന്നതിന് പോലും അത്യാവശ്യം ബഡ്ജറ്റ് ആവും. സോ എങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ക്ലയൻസ് ഈ പറഞ്ഞ പോലെ ബഡ്ജറ്റ് കേട്ടിട്ട് ഓക്കെ ഉള്ള എന്തെങ്കിലും മതി, തട്ടിക്കുട്ടി ചെയ്താൽ മതി എന്ന രീതിയിൽ, അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ എപ്പോഴേലും നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ ഈ പറഞ്ഞ പോലെ ബഡ്ജറ്റിൻ്റെ ഇഷ്യൂ കാരണം? ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ പക്ഷേ അതിൽ വർക്കിൽ കോംപ്രമൈസ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക്, ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്തില്ല, പൈസയിൽ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഞങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വിചാരിച്ചിട്ട് വർക്ക് ഏറ്റവും നന്നാക്കി ചെയ്തു. ആ വർക്കുകൾ കൊണ്ട് വർക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട്. അതായത് അന്ന് വളരെ നോമിനൽ എമൗണ്ടിന് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ നോ പറയാറുണ്ട്. കാരണം ആ ഒരു സ്റ്റേജ് ഞങ്ങൾ കഴിഞ്ഞു. പക്ഷേ അത് ഞങ്ങൾ എന്താ കണ്ടെന്ന് വെച്ചാൽ ഞങ്ങളുടെ മാർക്കറ്റിംഗ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അങ്ങനെ ഒരു പ്രൊജക്റ്റ് നല്ലത് മറ്റേ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉള്ളത് കൊണ്ടാണ് ഈ പ്രൊജക്റ്റ് ചെയ്ത ആളുകളാണെന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ആസ് ആൻ ആർട്ടിസ്റ്റ് എല്ലാവരും നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് ക്രിയേറ്റീവ് ബ്ലോക്ക് എന്ന് പറയുന്നത്. എപ്പോഴും നമുക്ക് ഈ പറയുന്ന പോലെ ഉഷാറായിട്ട് വരയ്ക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ചില സമയത്ത് മടുപ്പ് തോന്നും. അപ്പോൾ ഈ ഡെഡ് ലൈനൊക്കെ മീറ്റ് ചെയ്യേണ്ട സമയത്ത് ഒരു ക്രിയേറ്റീവ് ബ്ലോക്ക് അല്ലെങ്കിൽ പറയുന്ന മടുപ്പ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ സാധാരണ എന്താണ് ചെയ്യാറ്? സാധാരണ ഒരു ഇൻഡിവിജ്വൽ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ക്രിയേറ്റീവ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. അതവിടെ സ്റ്റോപ്പാകും. പക്ഷേ ടീം വർക്ക് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരാൾ ക്രിയേറ്റീവ് ബ്ലോക്ക് വന്നാൽ തന്നെ മറ്റേ ആൾ അത് ക്യാരി ഓവർ ചെയ്യും. അതാണ് ടീം വർക്കിൻ്റെ ഒരു മെച്ചം. ക്രിയേറ്റീവ് ബ്ലോക്ക് നിനക്ക് എങ്ങനെയാണ് ഓവർകം ചെയ്യാൻ? 2 കട്ടൻ കാപ്പി പിടിക്കും ഇപ്പോൾ മാറും. അതുള്ളതാണ് അവിടെ. ചേട്ടൻ ഈ പറഞ്ഞ പോലെ ഇവിടെ പഠിച്ചതാണ്, നമ്മുടെ കോളേജിൽ പഠിച്ച് പാസ് ഔട്ട് ആയതാണ്. ഈ പറഞ്ഞ കോളേജിൽ ഒത്തിരി മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. സോ അവിടെ നിന്ന് ഇപ്പോൾ ഈ പറഞ്ഞ ആസ് എ സ്റ്റുഡൻറ്റ് എന്ന രീതിയിൽ നിന്നിട്ട് പെട്ടെന്ന് ഇപ്പോൾ തിരിച്ച് ഇപ്പോൾ ആ പഠിച്ച കോളേജിലോട്ട് തിരിച്ചു വരുമ്പോൾ എന്ത് തോന്നുന്നു? ഇപ്പോൾ വളരെയധികം മാറ്റം വന്നിട്ടുണ്ട്. ഭയങ്കര അഭിമാനം തോന്നുന്നത് കാണുമ്പോൾ തന്നെ. ഇവിടെ പഠിച്ചാണല്ലോ എന്ന് ഓർക്കുമ്പോൾ. എന്നിട്ട് ഇപ്പോൾ ഒരു ഗസ്റ്റ് ആയിട്ട് വരുമ്പോൾ ഓക്കെ ഞാനൊരു സംഭവം തോന്നില്ല, ഒരു പ്രൗഡ് മൂമെന്റ് ആയിരിക്കും തോന്നുന്നുണ്ട്. അങ്ങനെ ഉറങ്ങിയിട്ടില്ല എന്നല്ല ഇവിടെ വരുന്ന ആലോചിച്ചിട്ട്. അപ്പം സംഭവം ആയിട്ടില്ല എന്ന് പറഞ്ഞാലും മനസ്സിൽ അല്ലേ നമ്മൾ ചെറിയൊരു സംഭവമാണ് യൂണിവേഴ്സിൽ. പിന്നെ ഇപ്പോൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഞാൻ ഫസ്റ്റ് തന്നെ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മുടെ മമ്മൂട്ടി കമ്പനിയുടെ ടൈറ്റിൽ കാർഡ് ആനിമേഷൻ ചെയ്തു. അത് സാധാരണ ടൈറ്റിൽ കാർഡ് പോലെയല്ല, അത്യാവശ്യം നല്ല വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. ഒരു മൂവിയിൽ വരുന്ന എല്ലാ ജോണേഴ്സും പറയുന്ന ഒരു മിനിറ്റിനുള്ളിൽ തീർക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഈ പറയുന്ന റൊമാൻസ്, സൈക്കോളജിക്കൽ, ത്രില്ലർ, അങ്ങനെ എല്ലാ ജോണറും ഒരു കൊളാഷ് പോലെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റിലോട്ട് നിങ്ങൾ എത്തിയത് എങ്ങനെയായിരുന്നു? അത് 2 തരത്തിലാണ് ഞങ്ങൾ പിച്ച് ചെയ്തത്. ഒന്ന് എല്ലാ ജോണറും വെച്ചിട്ട്, അതല്ലാണ്ട് ആ സിനിമ ഏതാണോ ആ തരത്തിൽ ഒരു അനിമേഷൻ ആയിരുന്നു പ്ലാന്. അത് 2 നമ്മൾ പിച്ച് ചെയ്തായിരുന്നു.
അപ്പോൾ ഫസ്റ്റത്തെ എന്തായാലും എല്ലാം വെച്ചിട്ട് ഒന്ന് ചെയ്യാം, ഇനി അടുത്ത സിനിമകൾ തൊട്ടിട്ട് ഓരോന്നിനും ഓരോ അനിമേഷൻ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് അങ്ങനെ അവസാനം പിച്ച് ചെയ്തത്. ഞാൻ ആക്ച്വലി നൻപകൽ നേരത്ത് മയക്കും എനിക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ലായിരുന്നു. ഞാൻ നിങ്ങളുടെ വർക്ക് ഫസ്റ്റ് തിയേറ്ററിൽ കാണുന്നത് കണ്ണൂർ സ്ക്വാഡ് കണ്ടപ്പോഴായിരുന്നു. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായ ഒരു വർക്കായിരുന്നു. സോ അന്നേ ഞാനിങ്ങനെ ഒക്കെ നിങ്ങൾ നേരിട്ട് ഇങ്ങനെ കാണാൻ പറ്റുമെന്നൊന്നും വിചാരിച്ചില്ല. ഐ ആം സോ ഹാപ്പി ഇപ്പോൾ നേരിട്ട് കണ്ട് ചോദിക്കാൻ പറ്റിയതിൽ. ആൻഡ് ഇപ്പോൾ ലാസ്റ്റ് ബ്രഹ്മയുഗത്തിൽ എത്തി നിൽക്കുകയാണ്. ഒരു 2D ആനിമേഷൻ അത് ചെയ്ത്, അതും ഞാൻ ആക്ച്വലി കണ്ടില്ല കേട്ടോ പടം. അതും കണ്ടില്ല, എനിക്ക് കാണണം. ഈ പറഞ്ഞ പോലെ തിരക്കൊക്കെ ആയതുകൊണ്ട് കാണാൻ പറ്റില്ല, പോയി കാണും വൈകാണ്ട്. അതിൻ്റെ ഒരു വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു നടന്നത്? ബ്രഹ്മയുഗം നമ്മൾ മുമ്പേ ഭൂതകാലം ചെയ്ത ഡയറക്ടർ രാഹുൽ സദാശിവൻ്റെ ഫിലിമാണല്ലോ. അപ്പം അത് ഒരു നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ഇപ്പം സിനിമയായതുകൊണ്ട് എനിക്കത് സ്പോയിലർ ആയതുകൊണ്ട് അതെനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ അടുത്ത കാലത്ത് ചെയ്ത ഒരു സ്പെഷ്യൽ വർക്കാണ് ബ്രഹ്മയുഗത്തിലെ വർക്ക്. അതിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന, സാധാരണ നമ്മൾ ചെയ്യുന്നത് ഒന്നുകിൽ ടൈറ്റിൽ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അങ്ങനത്തെയൊക്കെയാണ്. പക്ഷെ സിനിമ ഓപ്പണിംഗ് ക്രെഡിറ്റ്സ് അങ്ങനത്തെയാണ്. സിനിമേൻ്റെ അകത്ത് ഒരു വിഷ്വൽ, ഒരു സെനാറിയോ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. പിന്നെ ബ്രഹ്മയുഗത്തിൻ്റെ കാര്യം പറയുമ്പോൾ ആ സിനിമയായിട്ട് മാറി നിൽക്കാത്ത തരത്തിൽ വേണം അനിമേഷൻ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സ്റ്റൈലും കൂടെയാണ് പിടിച്ചിട്ടുള്ളത്. ആ സ്റ്റൈലും തന്നെ ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നൊരു സ്റ്റൈലാണ്. അത് എക്സ്പെരിമെൻ്റൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഈ AI ഇപ്പോൾ അത്യാവശ്യം നല്ല ഹൈപ്പിൽ നിൽക്കുന്ന ഒരു ടൈമാണ്. എന്താ പറയുക, എല്ലാവർക്കും ഒരു വെല്ലുവിളി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ആസ് ആൻ ആർട്ടിസ്റ്റ് നമുക്ക് അതെന്തെങ്കിലും ഈ പറയുന്ന പോലെ അറിയത്തില്ല, ഈ ഭാവിയിൽ പെട്ടെന്നൊന്ന് കയറി വരുമായിരുന്നു. ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു 2-3 കൊല്ലത്തിനുള്ളിൽ നമുക്ക് പറയാൻ പറ്റില്ല എവിടെയായിരിക്കും കാര്യങ്ങൾ നിൽക്കുക എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ തോട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? വരട്ടെ, നമുക്ക് കാണാം വരുന്നിടത്ത് വെച്ച് അല്ലേ. ആണ് അത്, നമുക്ക് നിഷിദ്ധമാണെന്ന് പറഞ്ഞ് മാറി നിന്നിട്ട് കാര്യമില്ല. അതിന് പറയാൻ നമ്മൾ സഞ്ചരിക്കുക. അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? എന്തെങ്കിലും പ്ലാൻസ്? നടക്കുന്ന സിനിമകളുടെ പ്രൊജക്ട്സ് നടക്കുന്നുണ്ട്. ഇപ്പം വിനീത് കുമാർ, ആക്ടറും ഡയറക്ടറും ആയിട്ടുള്ള വിനീത് കുമാർ, ഡിയർ ഫ്രണ്ടിന് ശേഷം ഇപ്പോൾ ചെയ്യുന്ന പവി കെയർ ടേക്കർ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു അനിമേഷൻ സീക്വൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ സിഗ്നേച്ചർ ഫിലിംസ് ചെയ്യുന്നുണ്ട്. അത് വിഷ്വൽ റൊമാൻസ് എന്ന് പറഞ്ഞ ബ്ലെസ്സി സാറിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയാണ്. അത് ആടുജീവിതത്തിൻ്റെ മുന്നിലായിരിക്കാം അത് ആദ്യമായിട്ട് കാണിക്കുക. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. മറ്റു വർക്കുകൾ, എക്സ്പ്ലെയിനർ വീഡിയോസൊക്കെ ഡിഫറെൻറ്റ് കോർപ്പറേറ്റ്സിനൊക്കെ വേണ്ടി പാരലലി നടക്കുന്നുണ്ട്. പിന്നെ ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കിംഗ്, ഷോർട്ട് ഫിലിംസ് ഞങ്ങളുടെ പ്ലാനിലുള്ളൊരു കാര്യമാണ്. അതിനുള്ള സ്റ്റോറീസൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അത് ഈ പ്രൊഡക്ഷൻ്റെ ക്ലയൻറ്റ് പ്രൊജക്ട്സിൻ്റെ ഗ്യാപ്പ് കിട്ടുന്നതനുസരിച്ചിട്ട് അങ്ങനെയുള്ള ഇൻഡിപെൻഡൻറ്റ് മൂവീസ് ചെയ്യലാണ് പ്ലാൻ. ഓക്കെ, അപ്പോൾ നിങ്ങളെ എല്ലാവരും ഇങ്ങനെ ഒന്നിച്ച് കിട്ടിയതിൽ ഭയങ്കര സന്തോഷം. ഞാൻ ആക്ച്വലി നിങ്ങളുടെ വർക്ക് കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിലുള്ള മുഖങ്ങളെ കാണാൻ എനിക്ക് ഇങ്ങനെ സാധിച്ചിട്ടില്ലായിരുന്നു. കാരണം നമ്മൾ ഈ വർക്ക് കണ്ടാൽ ആക്ച്വലി നിങ്ങൾക്കും അതൊരു പ്രൗഡായിട്ടുള്ള കാര്യമായിരിക്കും. നിങ്ങളിലൂടെ അറിയപ്പെടുന്നതിനേക്കാളും കൂടുതൽ നിങ്ങളുടെ വർക്കിലൂടെ അറിയപ്പെടുന്നത്. ഞാൻ മെഡിമിക്സിൻ്റെ ഒരു ആഡ് ചെയ്തില്ലായിരുന്നു ഓണത്തിൻ്റെ സമയത്ത്. ഞാൻ ഫസ്റ്റ് കണ്ട അതിലൂടെയാണ് ഞാൻ ആക്ച്വലി നിങ്ങളെക്കുറിച്ച് അറിയുന്നത്. സോ ഐ എം സോ ഹാപ്പി നിങ്ങളുടെ കൂടെ ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ്. അത് നിങ്ങളുടെ കൂടെ ചെയ്യാൻ പറ്റില്ല. ഐ എം സോ ഹാപ്പി. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ ദ ഫ്യൂച്ചർ പ്രൊജക്ട്സ് ആൻഡ് ഐ എം റിയലി ലുക്കിംഗ് അപ് ടു യു ഗൈസ്. കാരണം ഈ പറഞ്ഞ പോലെ നിങ്ങളെ നോക്കി നിൽക്കുന്ന കുറേ ആർട്ടിസ്റ്റ് ഉണ്ട്. സോ ഐ എം ഓൾസോ ലുക്കിംഗ് അപ് ടു യു ഗൈസ്. താങ്ക് യു. നന്ദി പറയാൻ പറഞ്ഞേക്കാം. നമുക്ക് കിട്ടിയ അവസരം തന്നതിലുള്ള സന്തോഷം. നിങ്ങളായിട്ട് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയാൽ വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു.